ആർട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എല്ലാ പ്രോഗ്രാമുകൾക്കും സൂട്ടാകുന്ന രീതിയിൽ ഇതേപോലെ ഒരു ബേസിക് പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജുകളുടെയൊക്കെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും വീഡിയോയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ശേഷം നമ്മുടെ പോസ്റ്ററിന് ആവശ്യമായിട്ടുള്ള ഒരു പേജ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ നിന്നും ന്യൂ എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പേജിൻ്റെ സൈസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പേജിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പിക്സൽ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം അതിൻ്റെ വിഡ്ത്ത് 1080 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഹൈറ്റ് 1080 എന്ന് കൊടുക്കുന്നു. ശേഷം റിസൊല്യൂഷൻ 300 എന്ന് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മറ്റു മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൈസാണ്. ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പേജ് ഫോട്ടോഷോപ്പിൽ കിട്ടുന്നതാണ്. ശേഷം നമ്മുടെ ആ ഒരു പോസ്റ്ററിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിന് പിന്നിലായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഫയൽ എന്നതിൽ നിന്നും ഓപ്പൺ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇമേജ് ഒന്ന് ഫോൾഡറിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഇമേജിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് വീഡിയോയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ശേഷം ഓപ്പൺ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇമേജ് ഇവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ടാബിനകത്തായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേജ് അവിടെ ഉണ്ട്. ശേഷം നമ്മുടെ ആ ഒരു ഫോട്ടോയിലേക്ക് തന്നെ പോകുന്നു. ഇനി ഈ ഫോട്ടോ മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയലിൽ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ടൂൾ ബാറിൽ നിന്നും ഈ ഒരു സെലക്ഷൻ ടൂൾ എടുക്കുന്നു. അതിൽ നിന്നും റെക്റ്റാങ്കുലർ മാർക്കി ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ എടുക്കുന്നു. ശേഷം ഇതേപോലെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് Ctrl+C എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോപ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ശേഷം നമ്മുടെ മെയിൻ പേജിലേക്ക് തന്നെ പോകുന്നു. ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇമേജ് നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. ശേഷം ഈ ഫോട്ടോയെ വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റ് എന്നതിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. Ctrl+T എന്നാണ് അതിൻ്റെ ഷോർട്ട് കീ. ഇതിന് ശേഷം ഞാൻ Ctrl+T എന്നായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിന് ചുറ്റും ഇതേപോലെ പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ശേഷം ആ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതേപോലെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൈസ് വലുതാക്കാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഭാഗത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഫിക്സ് ആകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കിട്ടിയിട്ടുണ്ട്. ശേഷം ആ ഒരു ഇമേജിന് നമ്മുടെ ഈ ഒരു പോസ്റ്ററിലുള്ളതുപോലെ ബാക്ക്ഗ്രൗണ്ടുമായിട്ടൊന്ന് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ടൂൾ ബാറിൽ നിന്നും ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ബ്രഷ് ടൂൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്രഷ് ടൂൾ എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷിൻ്റെ മോഡൽ നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനറൽ ബ്രഷസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൾഡർ കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് ഒരുപാട് ബ്രഷുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്നും സോഫ്റ്റ് റൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു ബ്രഷ് സെലക്ട് ആയി കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ബ്രഷിൻ്റെ സൈസ് നമുക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ട് നമുക്കിത് വലുതാക്കാനും ചെറുതാക്കാനുമുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറുതായിട്ടുണ്ട്. ഇത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് നമുക്ക് വലുതാക്കാവുന്നതാണ്. ഞാൻ പരമാവധി ഇതൊന്ന് വലുതാക്കി വെക്കുന്നു. ശേഷം ഈ ഭാഗത്ത് ബ്രഷ് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ ആ ഭാഗത്ത് ബ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കളർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കളർ ബോക്സ് കിട്ടുന്നതാണ്. ഈ ഒരു കളർ ബോക്സ് കിട്ടിയതിന് ശേഷം നമ്മുടെ പോസ്റ്ററിൽ നിന്നും ഏതെങ്കിലും ഒരു കളർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ആ ഒരു പോസ്റ്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഈ ഒരു രൂപത്തിലുള്ള ഒരു പിക്കറായിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഒരു പിക്കർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ സെലക്ട് ആകുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കളർ ബോക്സിൽ ആ ഒരു കളർ സെലക്ട് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്ലൂ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു ഡാർക്ക് ബ്ലൂ കളർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ശേഷം നമ്മുടെ ബ്രഷിൻ്റെ സൈസ് വീണ്ടും വലുതാക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഒരു ഷോർട്ട് കീ ഉണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷിൻ്റെ സൈസ് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ സൈസ് ഏകദേശം ഈ ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ട്. ശേഷം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ നമ്മുടെ ഇമേജിലേക്ക് അപ്ലൈ ആവുന്നതാണ്.
ഞാനിപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിക്കാൻ പോവാണ്. ഇങ്ങനെ നല്ല രീതിയിൽ അതിനെ വലിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇമേജിന് മുകളിൽ കളർ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നീട് കൂടുതൽ എഡിറ്റിംഗ് ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ലോക്ക് ചെയ്ത് വെക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെയർ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഐക്കൺ കാണാവുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലോക്കായി കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ശേഷം നമ്മുടെ ഈ ഒരു പോസ്റ്ററിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ടാർഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റ് കാണുന്നുണ്ട്. ആ ഒരു ടെക്സ്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ലഭിക്കുന്നതാണ്. അത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ പോസ്റ്ററിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ടെക്സ്റ്റ് ഒരുപക്ഷെ ഒരുപാട് വലുതായിട്ടോ അതല്ലെങ്കിൽ ഒരുപാട് ചെറുതായിട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ വരുന്നത്. എന്താണെങ്കിലും അതിലുള്ള മാറ്റങ്ങൾ പിന്നീട് നമുക്ക് വരുത്താവുന്നതാണ്. ഇങ്ങനെ ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം ആ ഒരു ടെക്സ്റ്റ് നമുക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ടാർഗറ്റ് 25 എന്നാണ്. അതുകൊണ്ട് ഞാനിവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മുഴുവനും ക്യാപിറ്റൽ ലെറ്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടും ക്യാപിറ്റൽ ലെറ്റർ കിട്ടുന്നതാണ്. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ആകുന്നതാണ്. ശേഷം ആദ്യമായിട്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു യെല്ലോ കളർ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് എത്രയാണോ സൈസ് വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 30 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ഈ കാണുന്ന ടെക്സ്റ്റ് സ്റ്റൈൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റൈൽ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകൾ ഇവിടെ കാണുന്നതാണ്. ഏത് ഫോണ്ട് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ അല്ലർ എന്ന് പറയുന്ന ഒരു ഫോണ്ട് സ്റ്റൈലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ ഓൾറെഡി ഉള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് മായ്ച്ചു കൊടുക്കുന്നു. ശേഷം ഇവിടെ അല്ലറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അല്ലറി എന്ന ഫോണ്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലറി എന്ന ഫോണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ഏരിയൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏരിയൽ ഫോണ്ട് ഒട്ടുമിക്ക എല്ലാ കമ്പ്യൂട്ടറുകളിലും ഉണ്ടാവും. ഇതിൽ നിന്നും അല്ലർ ഡിസ്പ്ലേ റെഗുലർ എന്ന് പറയുന്ന ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ഏരിയൽ ആണെങ്കിൽ ഏരിയൽ ബോൾഡ് അതല്ലെങ്കിൽ ഏരിയൽ ഹെവി എന്നൊക്കെ പറയുന്ന കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ഫിക്സ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ചെറിയ രീതിയിലുള്ള സൈസ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ Ctrl+T എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പോയിന്റുകൾ കിട്ടുന്നതാണ്. ശേഷം ഈ പോയിന്റിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ശേഷം വീണ്ടും ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പോസ്റ്ററിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും എ 1 ഡേ മോട്ടിവേഷണൽ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സബ് ടെക്സ്റ്റ് കാണുന്നുണ്ട്. ആ ഒരു ടെക്സ്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണോ കൊണ്ടുവന്നത് ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് താഴെ കാണുന്ന ടെക്സ്റ്റും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരമായിട്ട് ഈ ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അതിലാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനാണ് പോകുന്നത്. അങ്ങനെ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ ഏകദേശം കോപ്പി എടുത്തുകൊണ്ട് ഇവിടെ വെക്കുന്നു. ശേഷം ഈ ടെക്സ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഈ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു. പിന്നീട് നമുക്കിവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി അത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ടൈപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇവിടെ നിന്നും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആവുന്നതാണ്. ശേഷം വീണ്ടും നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് വന്നുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് നമുക്കിവിടെ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഒരുപാട് വലുതായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെ ചെറുതാക്കേണ്ടതുണ്ട്. അതിനെ ചെറുതാക്കുന്നതിന് വേണ്ടിയിട്ട് Ctrl+A എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ആകുന്നതാണ്. ശേഷം ആദ്യമായിട്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു
TT എന്ന് പറയുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 14 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ ബോൾഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ആണുള്ളത്. അത് ഒന്ന് നോർമലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലർ റെഗുലർ എന്ന് പറയുന്ന ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ഏരിയലാണ് സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഏരിയൽ റെഗുലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് തിന്നായിട്ടുള്ള ഫോണ്ടുകൾ അതിൽ അവൈലബിൾ ആയിരിക്കും. അത് മാറ്റി കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ശേഷം അതിൻ്റെ കളറൊന്ന് വൈറ്റ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വൈറ്റ് ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ബോക്സിൽ വയ്ക്കുന്നു. ശേഷം നമ്മുടെ കളറൊന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കളർ ഇവിടെ അപ്ലൈ ആവുന്നതാണ്. ഇപ്പോൾ സെലക്റ്റായി കിടക്കുന്നത് കൊണ്ടാണ് കളർ കാണാത്തത്. അതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കി അത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റും കിട്ടിയിട്ടുണ്ട്. ശേഷം വീണ്ടും Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊസിഷനും ഒന്ന് മാറ്റി കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് വെക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പോസ്റ്ററിൻ്റെ ഇത്രയും ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പോസ്റ്ററിൽ കാണുന്ന ഈ ഒരു ബോക്സും അതിനകത്തായിട്ടുള്ള ഡേറ്റും കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ടൂൾ ബാറിൽ നിന്നും ഈ ഒരു ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇതിനകത്തായിട്ട് ഒരുപാട് ഷേപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നും റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ശേഷം മുകളിൽ ഈ ഒരു ബോക്സിൽ ഷേപ്പ് ആണ് സെലക്റ്റായി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ കളർ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫില്ല് ചെയ്യുന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ശേഷം ഓക്കെ എന്ന് പ്രസ് കൊടുക്കുന്നു. ഇപ്പോൾ യെല്ലോ കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഷേപ്പിന് ബോർഡർ വേണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആദ്യത്തെ നണ്ണി എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ സ്ട്രോക്ക് എന്നതിന് നേരെയായിട്ട് ഒരു റെഡ് മാർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ ഷേപ്പിന് ബോർഡർ ഒന്നും ഉണ്ടാകുന്നതല്ല. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡേറ്റ് കൊണ്ടുവരാനുള്ള ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിനകത്തേക്ക് ഡേറ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. നേരത്തെ ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണോ കൊണ്ടുവന്നത് സെയിം മെത്തേഡ് തന്നെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. വീണ്ടും ഞാനത് പറയാൻ പോകുന്നില്ല, പെട്ടെന്ന് ചെയ്ത് കാണിക്കാനാണ് പോകുന്നത്. ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ആ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഷേപ്പിന് താഴെ ആയതുകൊണ്ട് നമുക്കത് കാണുന്നില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ലെയറിന് താഴെ മറ്റൊരു ലെയർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലെയറിനെ മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ച് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള ലെയറുകൾ മുകളിലോട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ താഴെയുള്ള ആ ഒരു ടെക്സ്റ്റ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ബ്ലാക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കളർ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കളർ സെലക്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ സെലക്ട് ആയിട്ടുള്ള കളർ ഈ ഒരു ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരുന്നതായിരിക്കും. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതിനെ കറക്റ്റായിട്ട് സെൻറ്ററിലോട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ഇതിനെ നീക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഈ ആരോ മാർക്കുകൾ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഭാഗത്തേക്കാണോ പ്രസ് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് ചെറുതായിട്ട് ഇതേപോലെ നമുക്ക് നീക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഡേറ്റുമായിട്ട് ഒന്ന് മാറ്റാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വന്നുകൊണ്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഈ ടെക്സ്റ്റ് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം Ctrl+V എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെങ്കിൽ നമുക്ക് വരുത്താവുന്നതാണ്. നേരത്തെ നമ്മൾ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഇതും ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ശേഷം നമ്മുടെ ഈ ഒരു പോസ്റ്ററിൽ കാണുന്ന പോലെയുള്ള പ്ലേസ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ടെക്സ്റ്റ് കൊണ്ടുവന്നത് പോലെയുള്ള സെയിം മെത്തേഡ് തന്നെയാണ്. ആദ്യമായിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ലെയർ ഇവിടെ സെലക്ട് ആവുന്നതാണ്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. ശേഷം നമ്മുടെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇതേപോലെ സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ട് ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട്
കൺട്രോൾ V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ശേഷം ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തു. ശേഷം കൺട്രോൾ T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള സൈസ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് വേണമെങ്കിൽ വരുത്താവുന്നതാണ്. ഏകദേശം ഈ രീതിയിൽ ഫിക്സ് ചെയ്യുന്നു. ശേഷം വീണ്ടും ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ പോസ്റ്ററിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി താഴെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ആ ഒരു ടീമിൻ്റെ പേരും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ബോക്സും ആ ഷേപ്പുമാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ ഏരിയ മുഴുവനായിട്ടും സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൂൾ ബാറിൽ നിന്നും മോ ടൂൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യാം. ശേഷം ഇതിന് പുറത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ 2 ലെയറുകളും സെലക്ട് ആകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഡേറ്റിൻ്റെ ആ ഒരു ടെക്സ്റ്റും ഇവിടെ ആ ഒരു ഷേപ്പും കാണുന്നുണ്ട്. ഇപ്പോൾ അത് രണ്ടും സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വെക്കാനാണ് പോകുന്നത്. അതിന് കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി കിട്ടുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിൻ്റെ സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ പോസ്റ്ററിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നേരത്തെ സെലക്ട് ആയി കിടക്കുന്ന ലെയറിൻ്റെ സെലക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ഷേപ്പിൻ്റെ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പ് സെലക്ട് ആയി കിട്ടിയിട്ടുണ്ട്. ശേഷം കൺട്രോൾ T എന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരുമിച്ച് വലുതായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏതൊരു ഭാഗത്തേക്കാണോ നമ്മൾ വലുതാക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് മാത്രമായിരിക്കും വലുതായി വരുന്നത്. ഷിഫ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ പെട്ടെന്നൊന്ന് ഇതിൻ്റെ ടെക്സ്റ്റ് മാറ്റി കൊടുക്കാൻ പോവാണ്. കോപ്പി ചെയ്യുന്നു. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ പോസ്റ്ററിൻ്റെ മുഴുവൻ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോഷോപ്പ് ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ എങ്ങനെ സേവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് അതിനകത്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോൾഡറിനകത്തായിട്ട് സേവ് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പേര് നമുക്കതിന് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിന് പോസ്റ്റർ ന്യൂ എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ആസ് ടൈപ്പ് എന്നെടുത്ത് ഓൾറെഡി ഫോട്ടോഷോപ്പ് PSD എന്ന ഫോർമാറ്റ് ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക. അതിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ശേഷം സേവ് എന്ന ബട്ടണിൽ പ്രസ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. അതിൽ ഓക്കെ എന്ന് പ്രസ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ വർക്ക് ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നീട് അത് ഓപ്പൺ ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ നമുക്ക് വരുത്താവുന്നതാണ്. ഇനി ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇമേജ് ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഇമേജ് ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എ കോപ്പി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സേവ് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സേവ് എ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. ശേഷം സേവ് ആസ് ടൈപ്പ് എന്നെടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ഫോർമാറ്റുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്നും JPEG എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ഇതിൽ ഇത് മാക്സിമം ആക്കി കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഫയൽ സേവ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഗാലറിയിലേക്ക് പോയിക്കൊണ്ട് അതിൻ്റെ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഈ ഒരു ഫയലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കവർ ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ഒരു ബേസിക് കിട്ടിയതിന് ശേഷം ഇത്തരത്തിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോസ്റ്ററുകൾ നമ്മുടെ ചാനലിൽ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്കില്ല് വീണ്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ പോസ്റ്റർ ഡിസൈനുകൾ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.